ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുഗ് ചാനൽ. അനിൽ രവിപുടി സംവിധാനം ചെയ്ത് ചിരഞ്ജീവി, വെങ്കടേഷ്, നയൻതാര എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ സംക്രാന്തി ചിത്രമായിരുന്നു മനശങ്കര വരപ്രസാദ ഗാരു. അതിലെ പാട്ട് മീസലപ്പില്ല എന്ന സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. സോ ചിരഞ്ജീവി നയൻതാരയുടെ ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ കോംബോ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. ബീംസിയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര ഹിറ്റാണ് ഈ സിനിമ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ. ആൻഡ് അനിൽ രവിപുടിക്ക് ചിരഞ്ജീവി കാറൊക്കെ വരെ സമ്മാനം ചെയ്ത് ഹിറ്റായതുകൊണ്ട് നയൻതാര ചിരഞ്ജീവി കേട്ട പാട്ട് പോലെ quality കേട്ട വീഡിയോ. ഭയങ്കര ഡാൻസ് ഒക്കെ ചെയ്യുന്നു. പാട്ട് കൊള്ളാം കേട്ടാ. മീസലപ്പില്ല എന്നാണ് പാട്ടിന്റെ പേര്. കേൾക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക, റൈമിങ് ടൈമിങ് ആയിട്ട് തോന്നുന്നുണ്ട്. ബോറ് പഠിക്കുന്നില്ല പാട്ട്. ഇതെന്ത് പാട്ട് എന്നൊരു തോന്നുന്നുണ്ട്. ആൻഡ് ഏറ്റവും ആ ബാക്ക്ഗ്രൗണ്ട് വിഷ്വൽസും കാര്യങ്ങളാണ് ഒരു കളർഫുള്ള്, റിച്ച്, ക്വാളിറ്റി, ഒരു വിഷ്വൽസ് ഒക്കെ വേറെ ലെവൽ സാധനങ്ങൾ. ഈ പടത്തിലെ പാട്ടിലുള്ള ഞാൻ പറഞ്ഞ മുമ്പ് ഹുക്ക് സ്റ്റെപ്പ്, ഈ സിനിമയിലെ തന്നെ ചിരഞ്ജീവിയുടെ ഹുക്ക് സ്റ്റെപ്പ് പാട്ടിൽ എല്ലാത്തിനും ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വേറെ ലെവലാണ്. അത് കാണുമ്പോൾ തന്നെ നമ്മളിവിടെ ആക്ടേഴ്സ് ഡാൻസ് ചെയ്യുന്നതിന് അപ്പുറത്ത് നോക്കുമ്പോൾ എന്തൊക്കെയോ വരുന്നുണ്ട് ആ ബാക്ക്ഗ്രൗണ്ട്സിലും. ഇപ്പൊ തന്നെ കണ്ട ഒരു ഗെയിമിങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ട് പോലെയൊക്കെ നല്ലൊരു ഫ്രഷ് ആയിട്ടൊരു പാട്ടും കൊള്ളാം. ശരിയുടെ കോസ്റ്റ്യൂമും കൊള്ളാം. ബീൻസി കൊള്ളാം കേട്ടോ. ബീൻസിയുടെ പാട്ടുകളൊക്കെ നല്ല മ്യൂസിക് എല്ലാം കൊള്ളാം. മ്യൂസിക് ഡയറക്ടർ എടുത്ത് കളായി. രതീഷ ഇത് വീടറേ. പക്ഷെ അനിൽ രവിപുടി ചിരഞ്ജീവി നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. നല്ല വൈബുണ്ട് കേട്ടോ പാട്ട്. നല്ല ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പാട്ട് കൊള്ളാം കേട്ടോ. അതായത് നിങ്ങൾ ആ മ്യൂസിക് അല്ലെങ്കിൽ ബീറ്റ് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു ബീറ്റ് അല്ലെങ്കിൽ വലിയ സൗണ്ട് ആക്കുന്ന ഒരു മ്യൂസിക് ഒന്നുമില്ല. പക്ഷെ ആ മ്യൂസിക് നല്ല മിനിമലൈസ് ചെയ്ത് നല്ല സൂപ്പറായിട്ട് കേൾക്കുന്നുണ്ട്. ആൻഡ് ലിറിക്സും കാര്യങ്ങളും നന്നായിട്ട് പാടുന്നുണ്ട്. ഒരു ഒരു നല്ലൊരു പാട്ട് പോലെ. ചിരഞ്ജീവിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, പുള്ളിയുടെ ആ ഒരു കോസ്റ്റ്യൂമിൽ ആ ഒരു ഡാൻസും കാര്യങ്ങളും പുള്ളി നന്നായിട്ട് അനിൽ രവിപുടി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നയൻതാരയും ഈ പാട്ടിൽ കൊള്ളാം. ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ മുഖം ഇപ്പോഴെങ്കിലും ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് പിന്നെയും കാണാനൊക്കെ കൊള്ളാം. ഓ സ്റ്റെപ്പ് കഥ തുറന്ന് പവർ വരും ഇല്ലേ?
ഫ്രിഡ്ജിന്റെ അപ്പുറത്ത്. കഥ വളർത്ത്. പാട്ട് കൊള്ളാം ഗൈസ്. മീസല പിള്ള എന്നാണ് പാട്ടിന്റെ പേര്. നല്ല രീതിക്ക് തന്നെ പാടിയിട്ടുണ്ട് സിംഗേഴ്സ്. ആൻഡ് ലിറിക്സും വളരെ ടൈമിംഗ് ആയിട്ട് റൈമിംഗ് ആയിട്ട് കേൾക്കാനും ബോറടി ഇല്ലാത്ത ഒരു ലിറിക്സ് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കൂടെ കമൻറ്റ് ചെയ്തേക്ക്. ആൻഡ് ചിരഞ്ജീവിയും അനിൽ രവിപ്പുടി നല്ല രീതിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് സോങ്സിലൊക്കെ. പുള്ളി ഒരുപാട് ഡാൻസ് ചെയ്യിപ്പിച്ച്, പുള്ളി ഒരുപാട് ഫ്ലെക്സിബിൾ ആക്കി, പുള്ളി ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. ആൻഡ് അതിൽ ഈ പാട്ടിലെ കോസ്റ്റ്യൂം ആയ നീലയിൽ നന്നായിട്ട് തന്നെ ഡാൻസ് പുള്ളി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പുള്ളി മുമ്പ് പുള്ളിയുടെ വലിയ പഴയ പടങ്ങളിലൊക്കെ ഒരുപാട് ഡാൻസ് ചെയ്ത ആളാണ്. പക്ഷേ ഈ പടത്തിലൊക്കെ നന്നായിട്ട് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, സിമ്പിൾ സ്റ്റെപ്പുകളാണ് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ നയൻതാരയുടെ കാണാനും കൊള്ളായിരുന്നു. നയൻതാര ഇതിലൊന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ചിരിക്കുമ്പോൾ മുഖം കാണാനും ആ ഒരു ചെറിയൊരു ഡാൻസ് കളിക്കാനും കൊള്ളായിരുന്നു, ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. വലിയ ബോറടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആൻഡ് ഈ പാട്ടിൽ ഇവർ തമ്മിലുള്ള കെമിസ്ട്രിയും ഓക്കെ ആയിരുന്നു. എന്താ പറയുക, അലുംപാട്ടൊന്നും തോന്നിയിട്ടൊന്നും ഇല്ലായിരുന്നു. നല്ലൊരു കെമിസ്ട്രി തന്നെയായിരുന്നു. ബട്ട് ടോട്ടലി ഒക്കെ നോക്കുമ്പം ഒപ്പീനിയനൊക്കെ മാറേണ്ടി വരും, കാരണം അങ്ങന്മാരിയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഇതിൽ മ്യൂസിക് ഡയറക്ടർ ബീംസ് എസിറോളിയോ, പുള്ളിയുടെ നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ്. നല്ല മ്യൂസിക്കൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട്, നല്ല പോലെ മ്യൂസിക് കാര്യങ്ങളൊക്കെ പുള്ളി ഏൽക്കുന്നുണ്ട്. പുള്ളി ഇതുപോലെ തന്നെ ഇപ്പോൾ തെലുങ്കിൽ രവിതേജയുടെ ഒരു പടം, അങ്ങനെ കുറച്ച് പടങ്ങളെല്ലാം പുള്ളിയാണ് ചെയ്യുന്നത്. ആ മ്യൂസിക് എനിക്കും പുള്ളി വരുന്ന ദിവസങ്ങളിലൊക്കെ പുള്ളിയെ എല്ലാവരും നോട്ടീസ് ചെയ്യും, കാരണം നല്ലൊരു മ്യൂസിക്കും കാര്യങ്ങളാണ് പുള്ളി ചെയ്യുന്നത്. മൊത്തത്തിൽ മീസല പിള്ള ഒരു നല്ലൊരു പാട്ട് തന്നെയാണ്, കേൾക്കാനും നന്നായിട്ടൊരു പാട്ട്. ചില സമയങ്ങളിൽ മ്യൂസിക് ഇല്ലാതെ തന്നെ സിംഗർ പാടുന്നതൊക്കെ നല്ല രീതിക്ക് നല്ല കേൾക്കാറുണ്ട്, സൂപ്പറായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു പടം മനശങ്കര വരപ്രസാദക്കാരും പടം ടോട്ടലി ഞാൻ ഡിസാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് പിടിയിട്ടില്ല പടം, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് സംസ്ക്രാന്തി ജനുവരി 12, 2026 ഇത് റിലീസ് ചെയ്തത്. തെലുങ്കാർക്ക് വേണ്ടി അവരുടെ ഒരു ടിപ്പിക്കൽ ഓഡിയൻസിന് വേണ്ടിയിട്ടും ചൂസ് ചെയ്തൊരു പടം കൂടെയാണ് ഇത്. അവിടെ ഭയങ്കര ഹിറ്റാണ് സിനിമ. അനിൽ രവിപ്പുടിക്ക് ചിരഞ്ജീവി ഭയങ്കര ഹിറ്റായതുകൊണ്ട് കാറ് വരെ സമ്മാനം കൊടുത്തു. അതായത് ജയിലറിലെ രജനിക്കും അനിരുദ്ധനും നീൽസനും കലാനിധിമാരൻ കാർ കൊടുത്ത പോലെ അമ്മാതിരി ഹിറ്റാണ് അവിടെയൊക്കെ. മൊത്തത്തിൽ പാട്ട് നല്ല പാട്ട് തന്നെയാണ്. ഇതിൽ ഈ പടത്തിലെ ആൽബവും നല്ലൊരു ആൽബം തന്നെയാണ്, കാരണം പാട്ടുകളൊക്കെ കേൾക്കാനൊക്കെ കൊള്ളാം, പാട്ടിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കൊള്ളാം, പാട്ടിൻ്റെ കൊറിയോഗ്രാഫീസ് കൊള്ളാം, പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വിഷ്വൽസ് ഒക്കെ കൊള്ളാം. ഈ പാട്ടിൻ്റെ ആ വിഷ്വൽസ് തന്നെ സൂപ്പറായിട്ട് ഒരു ഗെയിമിങ് എവിടെയോ കയറിയതുപോലെ ആ ഒരു കളറും ആ ഒരു റിച്ച് ക്വാളിറ്റിയും ആ ഒരു ക്വാണ്ടിറ്റിയും അങ്ങനെ അത് ഒരു സെറ്റ് പടമാണ്. അതായത് സെറ്റ് പാട്ടും കാര്യങ്ങളൊക്കെയാണ്. ഈ പാട്ടിലും ഇവർ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു പാട്ട്, ലിറിക്സ് എല്ലാം മൊത്തത്തിൽ തന്നെ പാട്ട് നല്ലൊരു പാട്ട് തന്നെയായിരുന്നു. അപ്പോൾ സിനിമ എനിക്ക് ടോട്ടലി ഡിസാറ്റിസ്ഫൈഡ് ആണ്. മിസ്സിലപ്പില്ല പാട്ട്. ആൻഡ് ഈ വയസ്സിലെ ചിരഞ്ജീവി ഇപ്പോഴും നന്നായിട്ട് ഇതുപോലെ ഡാൻസ് ഒക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ലെജൻഡ് അല്ലെങ്കിൽ ഒരു വലിയൊരു ആക്ടർ എന്ന നിലയ്ക്ക് ഒരു കഴിവ് തന്നെയാണ്. കാരണം ഇപ്പോഴും അങ്ങനെയൊക്കെ ചെയ്തു പോകുക എന്നുള്ളത് കാരണം അവരെ ഇഷ്ടപ്പെടുന്ന നായകന്മാർക്ക് അല്ലെങ്കിൽ ഓഡിയൻസിനെ അല്ലെങ്കിൽ ഫാൻസാർക്കൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. കാരണം ഇത്രയും വയസ്സിൽ അവരുടെ ഓഡിയൻസിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഡാൻസ് ചെയ്യുക, ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളത് ഇതിലും. പക്ഷേ ഇതിനേക്കാളും ഹുക്ക് സ്റ്റെപ്പില്ല സിമ്പിൾ ഡാൻസ് ഒക്കെയാണ് സൂപ്പറായിട്ടുള്ളത്. മൊത്തത്തിൽ ചിരഞ്ജീവി മിന്നിച്ചിട്ടിട്ട് ഈ പാട്ടിൽ നയൻതാരയും നന്നായിട്ട് തന്നെ ഈ പാട്ടിൽ ആ ഒരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. മീസല പില്ല നല്ല പില്ല.